പതിറ്റാണ്ടിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി നിലമ്പൂർ ബൈപ്പാസ് ഒന്നാം ഘട്ട നിർമ്മാണത്തിന് ടെൻഡർ അംഗീകരിച്ചു. മഞ്ചേരിയിലെ മലബാർ പ്ലസ് കൺസ്ട്രക്ഷൻസ് ആണ് 27.5 കോടി രൂപയുടെ പ്രവൃത്തി കരാർ ഏറ്റെടുത്തത്. നടപടികൾ പൂർത്തിയാക്കി 3 മാസത്തിനകം പണി തുടങ്ങും. നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 1996 ബൈപ്പാസിന് ശ്രമം തുടങ്ങുന്നത്. KNG പാതയിൽ നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്ററാണ് ദൈർഘ്യം. കേസിലും ചുവപ്പ് നാടയിലും കുടുങ്ങി നടപടികൾ നീണ്ടു. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണി തുടങ്ങി. ചക്കാലക്കുത്ത് വരെ ഫോർമേഷൻ പൂർത്തിയാക്കി. പിന്നീട് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ പണി നിർത്തിവെച്ചു. 2005 ജൂൺ 21 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യടൻ ഷൗക്കത്തിന്റെ നിരന്തര ഇടപെടലുകളാണ് ബൈപ്പാസിന് ശാപമോക്ഷം നൽകിയത്. ഭൂമി വിട്ടുകൊടുത്ത മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്തു. ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡിൽ ചേരുന്നിടം വരെ 1.92 കിലോമീറ്റർ ദൂരത്തിന് കഴിഞ്ഞ ജൂൺ 20 ടെൻഡർ ക്ഷണിച്ചു. എസ്റ്റിമേറ്റ് തുകയിൽ 10% കുറച്ചാണ് മലബാർ പ്ലസ് കരാറെടുത്തത്. കരാർ ഒപ്പിടുന്ന തീയതി മുതൽ 1.5 വർഷം കൊണ്ട് പണി തീർക്കണം. ചക്കാലക്കുത്ത് മുതൽ മുക്കട്ട വരെ 2.46 കിലോമീറ്ററുള്ള രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിന് 34 കോടി രൂപയുടെ സാങ്കേതിക അനുമതിക്ക് സർക്കാരിന് അയച്ചു. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ ടെൻഡർ ക്ഷണിച്ചു. മരങ്ങൾ മുറിച്ചു വിൽക്കുവാൻ വില നിർണയിച്ചു കിട്ടാൻ AEP അനീഷ് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന് കത്തയച്ചു. 6 മാസം കൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാകും എന്നാണ് പ്രതീക്ഷ. മുക്കട്ട മുതൽ വെളിയംതോട് വരെ 1.62 കിലോമീറ്റർ ദൂരത്തിൽ 3ാം ഘട്ട നിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് വൈകാതെ തയ്യാറാക്കും. ഈ സർക്കാരിന്റെ കാലത്ത് മുഴുവൻ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാനാണ് ശ്രമം. SS Gold, Pure Gold. SS Group, Nilambur.